തണൽ ഞാൻ ആ ദിവസം എന്റെ തണലില്ലാത്ത മറ്റൊരു തണലില്ലാത്ത ആ ഒരു ദിവസം മുതഹാബീങ്ങൾക്ക് വേണ്ടി എന്റെ തണൽ ഞാൻ ഒരുക്കി വെക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സദസ്സിലൂടെ ഒന്ന് അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും, രണ്ടാമത് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ ഈ സദസ്സ് കാരണം. അപ്പൊ ഇത്തരം സംഗമങ്ങൾ മഹാന്മാരുടെ പേരിൽ ഇത്തരം സംഗമങ്ങൾ സംഗമിപ്പിക്കുന്നതിന്റെ, ഒരുമിച്ച് കൂടുന്നതിന്റെ, സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ഇതാവണം. ഇതല്ലെങ്കിൽ ഒക്കെ പോകും. ഇഖ്ലാസ് വേണം. ഏത് പ്രവർത്തനവും അല്ലാഹു എന്നുള്ള ലക്ഷ്യം ഉണ്ടാവണം. അല്ലാഹു ആ ഒരു വിധാനത്തിലേക്ക് ഉയർത്തിപ്പെരുമാറാം. രണ്ടാമത് ഒരു കാര്യം, മഹാന്മാരെ പറ്റി പുതിയ തലമുറക്ക് മഹാന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കും. ആധുനിക സമൂഹം എന്തിന്റെയൊക്കെയോ പിന്നിൽ ആരൊക്കെയോ സ്നേഹിച്ച് കായിക താരങ്ങളെയും അതുപോലെ തന്നെ സിനിമാ താരങ്ങളെയും മനസ്സിൽ പൂജിച്ച് നടക്കുന്ന ഈ സന്ദർഭത്തിൽ പൂർവസൂരികളായ മഹാന്മാരെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യത. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു എന്ന് ബദരീങ്ങളെ കുറിച്ച് ബദറിന് ശേഷം സഹാബികൾ പറയുന്നത് കേൾക്കാമെന്ന് ഞങ്ങളുടെ കുട്ടികൾ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ബദരീങ്ങളുടെ ചരിത്രം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ മഹാന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു, ശേഷം വരുന്ന തലമുറക്ക് മഹാന്മാരെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ ജീവിത രീതി കുട്ടികളിലേക്ക് സന്നിവേശിക്കുക. അതാണ് രണ്ടാമത്തെ പരിപാടിയുടെ ലക്ഷ്യം. അങ്ങനെ സമൂഹത്തിൽ മഹാന്മാരോടുള്ള ബന്ധമുണ്ടാക്കി ആത്മീയമായി സമൂഹത്തെ ഉയർത്താൻ ഇത്തരം പ്രവൃത്തികൾ കാരണമാകാൻ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ തന്നെ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളവർ നിങ്ങൾ ഇപ്പം ആലപ്പാടിയിട്ടുണ്ടാവും. ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 470 റമളാനിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. 470 റമളാനിൽ ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. നമ്മുടെ പുസ്തകത്തെ പ്രകാരം 1077 ജൂൺ പേർഷ്യയിലെ ഗീലാനിലെ നൈഫ് എന്ന സ്ഥലത്ത് ആണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. വഫാത്ത് ആയത് റബീഉൽ ആഖിർ 561 റബീഉൽ ആഖിർ 11 ഒരുപാട് റിവായത്തുകൾ, ഒരുപാട് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടെങ്കിലും ഏറ്റവും പ്രസക്തമായ മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം റബീഉൽ ആഖിർ 11 ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിൽ വഫാത്തായത്. നവംബർ 1165 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. ജനനത്തിന് മുമ്പ് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന 100 വർഷം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഔലിയാക്കളുടെ ഇടയിൽ പ്രവചനം നടന്നു. ഔലിയാക്കളിൽപ്പെട്ട പല മഹത്തുക്കളും ബഹുമാനപ്പെട്ടവർ ഭൂമിയിലേക്ക് വരുന്നതിന്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവരുടെ പറ്റി പ്രവചനം നൽകിയിട്ടുണ്ട്. ബഹ്ജത്തുൽ അസ്റാർ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ അതിന്റെ നിവേദന പരമ്പര അടക്കം ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചതായിട്ട് കാണാം. അനറബികളിൽപ്പെട്ട ഒരു വലിയ വരികയും തന്റെ കാൽ ഭൂമിയിലുള്ള എല്ലാ ഔലിയാക്കളുടെയും പിരടയിലാണ് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ വരാനുണ്ട് എന്ന് ശൈഖ് ജീലാനി ഭൂമിയിലേക്ക് വരുന്നതിന്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഔലിയാക്കൾ പ്രവചനം നടത്തി.
ചില്ലറക്കാരനല്ല എന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിശുദ്ധമായ പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ടവർ ഭൂമിയിലേക്ക് എത്തിയത്. പിതാവിലൂടെ നമുക്കെല്ലാവരും ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ പറയുന്ന അന്തൽ ഹസനിയ വൽ ഹസനിയ എന്ന് പറയുന്ന തുടക്കത്തിൽ എന്ന് തുടങ്ങുന്ന ബൈക്കിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പിതാവ് മുഖേന ഹസൻ റളിയല്ലാഹു മാതാവിലൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ പരമ്പര ചെന്നുണ്ട്. അങ്ങനെ രണ്ട് പരമ്പരയിലും തങ്ങന്മാരുള്ള ആളുകൾ ഷെരീഫ് എന്നാണ് അറബിൽ ഉപയോഗിക്കുക. ഷെരീഫ്, ആ ഒരു ഷെരീഫ് കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ വളരെ ഹിസ്ബിലാണ്, അല്ലാഹുവിന്റെ പ്രത്യേക കാവലിലാണ് ബഹുമാനപ്പെട്ടവർ വളർന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കുള്ള ഒരുപാട് അടയാളങ്ങൾ ഹദീസുകളാക്കി പറഞ്ഞപ്പോൾ അതിലൊരു മെയിൻ പോയിന്റ് ആണ് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അയാൾക്ക് തർബിയത്ത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ തർബിയത്ത്, അള്ളാഹു മഹാനാക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടം കൊടുക്കാനും അള്ളാഹു തീരുമാനിച്ച ആളുകൾക്ക് അള്ളാഹു ചെറിയ കാലഘട്ടത്തിൽ തന്നെ തർബിയത്ത് നൽകും. അതുപോലുള്ള ഒരു മഹാനായ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എപ്പോഴും കേൾക്കുന്ന ചെറിയ വ്യക്തിയായ അറഫാദിന്റെ സംഭവം നമുക്ക് പറയുകയില്ല. അതുപോലെ തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ചെറിയ കാലഘട്ടത്തിൽ തന്നെ തന്റെ ചുറ്റുഭാഗത്ത് മലക്കുകൾ, 10 വയസ്സായ കാലഘട്ടത്തിൽ മലക്കുകൾ തന്റെ ചുറ്റുഭാഗത്തിലൂടെ നടക്കുന്നത് ബഹുമാനപ്പെട്ടവർ കാണാറുണ്ട്. മദ്രസയിലേക്ക് തന്റെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് തന്റെ സഹപാഠികളോട് മലക്കുകൾ പറയും, അല്ലാഹുവിന്റെ വലിയിന് വേണ്ടി നിങ്ങൾ എണീച്ചു കൊടുക്കുക, സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നത് ആര് കേൾക്കാറുണ്ട്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായപ്പോൾ തന്നെ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ജീവിതചര്യ വളരെ അധികം വിവാദത്തിലൂടെയാണ് മഹാന്മാരൊക്കെ വലിയ വലിയ ദർജ കരസ്ഥമാക്കിയത്. കേൾക്കാറുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കൾ മുഴുവൻ തന്റെ മുജാഹദയുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് ഭക്ഷണം കഴിക്കാതെ ഒരുതരം മുള്ള് മാത്രം ഭക്ഷിച്ചുകൊണ്ട്, മുള്ളുള്ള ഒരു സാധനം ഭക്ഷിച്ച് പച്ച ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം ജീവിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഹാദിമ പറയുന്ന സംഭവം നിങ്ങൾ എപ്പോഴും നമ്മൾ മാലയിൽ പാടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 40 വർഷം ബഹുമാനപ്പെട്ടവർ ഇശാ നിസ്കരിച്ച കൊണ്ടാണ് സുബ്ഹി നമസ്കരിച്ചത്. മാത്രമല്ല ഒരു രാത്രി ഒരുപാട് നേരം നിസ്കാരം, പിന്നെ പറയാൻ വീണ്ടും നിസ്കാരം. ആ നിസ്കാരത്തിൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതി തീർക്കും. പിന്നീട് മുറാഖബയിലായിട്ട് സുബ്ഹിയുടെ സമയം വരെ മുറാഖബയിലായിട്ട് ജീവിതം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ദിനചര്യകൾ. അല്ലാഹുവിന്റെ ഇബാദത്തിലായിക്കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാന്മാരാണ് ഔലിയാക്കൾ എല്ലാവരും. അവരുടെ പ്രത്യേകിച്ച് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ എല്ലാവരുടെയും നേതാവാണ്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബഹുമാനപ്പെട്ടവരുടെ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവർ പേർഷ്യയിലാണ് ജനിച്ചത്, അറബി അല്ലാത്ത ബഹുമാനപ്പെട്ടവരെ ഇൽമും വിജ്ഞാനവും എല്ലാം കിട്ടി പ്രസംഗിക്കാൻ കഴിയുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹീദ്ദീൻ ശൈഖിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ മോനെ പ്രസംഗിക്കാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഗ്ദാദിലെ സാഹിത്യകാരന്മാരുടെ മുമ്പിൽ എണീച്ചു നിന്ന് അറബിയിൽ പ്രസംഗിക്കാൻ ഉപ്പാപ്പ എനിക്ക് ധൈര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-7 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അങ്ങനെ ഉഹ്ർ നമസ്കാരം കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ധൈര്യം വരുന്നില്ല, എണീച്ചു നിൽക്കാൻ ധൈര്യം വരുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പ്രശ്നം? സഭാകമ്പം കൊണ്ട് എണീച്ചു നിൽക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ടവർ അലി റളിയല്ലാഹു
പറയുന്നു തന്റെ വായിൽ 5 പ്രാവശ്യം പ്രസംഗിക്കണം. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ 5? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര? നിങ്ങൾ 5 ആക്കി 2 കുറച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റവും വലിയ ദീനിന്റെ ഏറ്റവും വലിയ ഒരു മൂലമാണ് അദബ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദബ്. എല്ലാ കാര്യത്തിലും അലൗകികമാകുന്നു 7 പ്രാവശ്യം വായിക്കി കൊടുക്കാൻ 5 പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പ്രസംഗിക്കണം. ആ പ്രസംഗത്തിന്റെ ഈ ഒരു ഉമനീരിന്റെ ബറക്കത്ത് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായി എന്ന് വെച്ചാൽ, പിന്നീട് പ്രസംഗം തുടങ്ങി ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും